എം മെഹബൂബ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാകും. കൺസ്യൂമർ ഫെഡ് ചെയർമാനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച പേര് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു. കോഴിക്കോട് സെക്രട്ടറി ആരാകും എന്നതിന്റെ ഉത്തരമാണ് വരുന്നത്. മെഹബൂബാണ് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ കേട്ടിരുന്നു. പക്ഷേ അവസാനം മെഹബൂബിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൺസ്യൂമർ ഫെഡ് ചെയർമാനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ മെഹബൂബാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. CPM ജില്ലാ കമ്മിറ്റി അത് അംഗീകരിച്ചിരിക്കുന്നു. ഷിത ജഗത്ത് ചേരുന്നു. ഷിത, പുതിയ സെക്രട്ടറി വരുന്നു ജില്ലയിൽ. കമ്മിറ്റിയിൽ മറ്റെന്തൊക്കെ മാറ്റങ്ങളുണ്ട്? ധന്യ, ആദ്യം മുതൽ തന്നെ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ തന്നെ P. മോഹനൻ മാറുമെന്നുള്ള ടൈം കഴിഞ്ഞ കാലാവധി പൂർത്തിയായതാണ്. അതുകൊണ്ട് തന്നെ പുതിയ സെക്രട്ടറി വരുമെന്നുള്ള കാര്യം ആണ് പറഞ്ഞിരുന്നത്. അത് ആരായിരിക്കും എന്നുള്ളതായിരുന്നു ഉയരുന്ന ചോദ്യം. എം മെഹബൂബിന്റെ പേരിനായിരുന്നു പ്രഥമ പരിഗണന ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങൾ, അതായത് ചെറുപ്പകാലം മുതൽ തന്നെ CPM-നൊപ്പം CPM-ന്റെ ബഹുജൻ സംഘടനകൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് എം മെഹബൂബ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ, അന്നത്തെ 24 വയസ്സിൽ, അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്, അത്തോളി പഞ്ചായത്തിന്റെ പ്രസിഡന്റായി വരുമ്പോൾ അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു എം മെഹബൂബ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എം മെഹബൂബ് എന്ന പേരിലേക്ക് എത്തിയത് ഈ ഒരു മുതിർന്ന അംഗം എന്നുള്ള രീതിയിലും ഒപ്പം തന്നെ ജില്ലയിലെ ന്യൂനപക്ഷ മുഖം എന്നുള്ള രീതിയിലുള്ള മികച്ച പ്രവർത്തനം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് എം മെഹബൂബിലേക്ക് എത്തുന്നത്. അതിനൊപ്പം ഉയർന്നിരുന്ന പേര് KK ദിനേശന്റെയും ഒപ്പം തന്നെ പ്രദീപ് കുമാറിന്റെയും ആയിരുന്നു. ഈ മെഹബൂബിന്റെ പേര് ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ, മറ്റു രീതിയിലുള്ള പേരുകൾ ഉയർന്നു വരികയാണെങ്കിൽ ഒരു സമവായം എന്നുള്ള രീതിയിൽ പ്രദീപ് കുമാർ ജില്ലാ സെക്രട്ടറി വരുമെന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എം മെഹബൂബിന്റെ പേരിനെ ആരും, സെക്രട്ടേറിയറ്റ് വെച്ച പേരാണ്, സെക്രട്ടേറിയറ്റിലും ഒപ്പം തന്നെ പിന്നീട് നിലവിലെ ജില്ലാ കമ്മിറ്റിയിലും ആ പേര് വെച്ചു. ആ പേരിൽ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ഇനിയുള്ളത് പുതിയ ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരമാണ്. നിലവിലുള്ള ജില്ലാ കമ്മിറ്റി അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനം ചേരുകയാണ്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റുമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഈ പൊതുസമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പ്രഖ്യാപിക്കും. പിന്നീട് അവർ യോഗം ചേർന്നുകൊണ്ടായിരിക്കും ഈ ജില്ലാ സെക്രട്ടറിയെ അംഗീകരിക്കുക എന്നുള്ള ഒരു പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്ന നടപടി മാത്രമാണ് ആ അംഗീകാരം നൽകുക. അതിൽ ഇനി മാറ്റം വരാനുള്ള ഒരു സാധ്യതയില്ല. മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു പുതിയ പേരോ എന്നും പുതിയ ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നു വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എം മെഹബൂബ് തന്നെയാകും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ എം മെഹബൂബിലേക്ക് എത്തി കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാനാണ്. തുടർച്ചയായി 2ാം തവണയാണ് കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തെരഞ്ഞെടുത്തത്. ഒപ്പം തന്നെ DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഒപ്പം ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തോളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ കേരള ബാങ്കിന്റെ ഡയറക്ടറാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ ഇതുവരെ ചുമതല വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് എം മെഹബൂബ്. അപ്പോൾ എം മെഹബൂബിനെ കോഴിക്കോട് ജില്ലാ പാർട്ടിയെ ഇനി നയിക്കുന്നത് എം മെഹബൂബായിരിക്കും.